നമസ്കാരം. സംസ്ഥാനത്തെ എക്സൈസ് നയത്തിലും എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങി പുതിയ സർക്കാർ. ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് എക്സൈസ് മന്ത്രി എം ലിജു ഇത് സംബന്ധിച്ച നിർണായക സൂചനകൾ നൽകിയത്. വകുപ്പിന്റെ നയങ്ങളിലും പ്രവർത്തനങ്ങളിലും വരും ദിവസങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ പ്രകടമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നയം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ശുപാർശകളും നിർദ്ദേശങ്ങളും എഴുതി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലഹരി വിപത്തിനെതിരെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കാനും ശക്തിപ്പെടുത്താനുമാണ് തീരുമാനം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. അതിരപ്പിള്ളി വൈശ്ശേരിയിൽ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നു. വൈശ്ശേരി സ്വദേശി മോഹനനാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 2:30 സംഭവം. മുൻ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ധനപാലൻ അന്തരിച്ചു. പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മാള ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അതിരപ്പിള്ളി വൈശ്ശേരിയിൽ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നു. വൈശ്ശേരി സ്വദേശി മോഹനനാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 2:30 സംഭവം. വീട്ടുപറമ്പിൽ ആനയെത്തി കൃഷി നശിപ്പിക്കുന്നതിനിടെ ആനയെ ഓടിക്കാനെത്തിയതായിരുന്നു മോഹനൻ. മൃതദേഹം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അതിരപ്പിള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിച്ച് നാട്ടുകാർ. അരൂർ മുഴി ജംഗ്ഷനിൽ കാനറ ബാങ്കിന് സമീപമാണ് റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച വെളുപ്പിന് 3 മണിക്കാണ് കൃഷിയിടത്തിലിറങ്ങിയ ആനയെ ഓടിക്കുന്നതിനായി പോകും വഴി പുല്ലാർക്കാട്ട് മോഹനൻ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഉപരോധ സമരം MLA വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഫോണിലൂടെ ആശയവിനിമയം നടത്തിയതിനെ തുടർന്ന് ജൂൺ 1 വനം വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് അക്രമകാരിയായ ആനയെ കാടുകയറ്റുക, ഫെൻസിംഗ് നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പരിഹാരം കാണും എന്ന ഉറപ്പിന്മേൽ അവസാനിപ്പിച്ചു. 1.5 മണിക്കൂർ നീണ്ടുനിന്ന ഉപരോധത്തെ തുടർന്ന് റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായി KSRTC ബസ്സുകളും സഞ്ചാരികളുടെ വാഹനങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കുടുങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഡാർലി പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK റിജേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജനങ്ങൾ റോഡ് ഉപരോധിച്ചത്. മീഡിയ ടൈം, ചാലക്കുടി. മുൻ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ധനപാലൻ അന്തരിച്ചു. പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 76 വയസ്സായിരുന്നു. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. 2009 ചാലക്കുടിയിൽ നിന്ന് ലോക്സഭാംഗമായി. 2014 തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. പറവൂർ നഗരസഭാ അംഗം, മിൽമ ചെയർമാൻ, നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കേക്കര സീറ്റ് ധനപാലന് നൽകിയെങ്കിലും പ്രചാരണം തുടങ്ങിയ ശേഷം പിന്മാറേണ്ടി വന്നു. എറണാകുളം ജില്ലയിലെ AK ആന്റണിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ കൂടിയായിരുന്നു KP ധനപാലൻ. മാള ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, മാള പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ ജോഷി കാഞ്ഞൂത്തറ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ജനപ്രതിനിധികളായ സിമി ഭൂപേഷ്, നിത ജോഷി, ജയശ്രീ സുധീഷ്, സുജാത വിജയൻ, സോണി തോമസ് എന്നിവർ സംസാരിച്ചു.
അന്നമനട ഗ്രാമപഞ്ചായത്ത് തല അംഗനവാടി പ്രവേശനോത്സവം നടന്നു. അന്നമനട അമ്പലനട അംഗനവാടിയിൽ നടന്ന പരിപാടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശരത് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഈ ചടങ്ങ് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചടങ്ങാണ്. കാരണം എന്ന് വെച്ചാൽ എന്റെ കുട്ടിയും ഇന്ന് സെന്റ് ഓഫ് കിട്ടി മറ്റൊരു അംഗനവാടിയിൽ നിന്ന് 60-ാം നമ്പർ അംഗനവാടിയിൽ നിന്നും പുറത്തിറങ്ങിയാണ്. അപ്പൊ ഒരു പാരന്റ് എന്നുള്ള രീതിയിലും ഒരു പഞ്ചായത്തിലെ പ്രതിനിധി എന്നുള്ള രീതിയിലും ഈ ചടങ്ങ് എനിക്ക് വളരെ ഹൃദയഹാരിയായ ഒരു ചടങ്ങാണ്. ഞങ്ങൾ ആദ്യമായിട്ട് പഞ്ചായത്തിൽ ചാർജ് എടുത്തിട്ട് ആദ്യമായിട്ട് ക്രിസ്മസ് പരിപാടി സംഘടിപ്പിച്ച് ഫസ്റ്റ് പ്രോഗ്രാം നടന്ന സ്ഥലത്ത് കൂടിയാണിത്. അവിടെ ഇങ്ങനെ ഒരു പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇപ്പോ എത്ര അക്ഷരങ്ങൾ പഠിച്ചു, എത്ര അക്കങ്ങൾ പഠിച്ചു, അതൊന്നും അല്ല ഈ കാര്യത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ കുട്ടികളെ അംഗനവാടിയിൽ വിടുന്നതിനുള്ള കാര്യം. അവര് 3 വയസ്സ് കഴിയുമ്പോഴേക്കും ഒരു അംഗനവാടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പാരന്റിനുള്ള രീതിയിൽ ശരിക്കും മനസ്സിലാവും അവരുടെ സ്വഭാവത്തിലും കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്ന കാര്യം മനസ്സിലാവും. അവര് ചിലപ്പോ വലിയ രീതിയിലുള്ള 100 വരെ എണ്ണിന്നോ അങ്ങനെ എന്നല്ല പറയുന്നത്. എന്റെ കുട്ടി ഇപ്പൊ കഴിഞ്ഞ വെച്ചപ്പോ പറയാ, അച്ഛാ ചെരുപ്പ് ഇങ്ങനെയല്ല ഊരിടേണ്ടതെന്ന്. കറക്റ്റായിട്ട് സ്ഥലത്ത് അവൻ ചെരുപ്പ് ഊരിടാണ്. അത് പഠിപ്പിച്ചത് എന്റെ വീട്ടിൽ നിന്നല്ല, അവരുടെ കുട്ടികൾ അവരുടെ ടീച്ചർമാർ പഠിപ്പിച്ചതാണ്. വാർഡ് മെമ്പർ ജിഷ രജിത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ, അംഗൻവാടി ജീവനക്കാരായ ഫസീല, ഗീത, കുട്ടികൾ, നാട്ടുകാർ, രക്ഷിതാക്കൾ എന്നിവർ സംസാരിച്ചു. CITU 56ാമത് സ്ഥാപക ദിനാചരണം മാളയിൽ നടന്നു. മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണവും ശുചീകരണ പ്രവർത്തനവും പ്രസിഡന്റ് CS രഘു ഉദ്ഘാടനം ചെയ്തു. 64-ന് ശേഷം 6 വർഷക്കാലത്ത് നമ്മൾ തൊഴിലാളി രംഗത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജിയുടെ നിലപാടുകളുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ യഥാർത്ഥ തൊഴിലാളി വർഗത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതും തൊഴിലാളികളുടെ താല്പര്യത്തെക്കാൾ ഉപരിയായിട്ട് ഇന്ത്യൻ വ്യവസായികളുടെയും മുതലാളിമാരുടെയും താല്പര്യങ്ങൾക്കും ഇംഗിതത്തിനും വഴങ്ങി ട്രേഡ് യൂണിയൻ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ഇതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന നിലയ്ക്ക് തന്നെയാണ് തനതായ ഒരു തൊഴിലാളി സംഘടന എന്നുള്ള CITU നമ്മൾ രൂപം നൽകുന്നത്. NG ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. KG സാംബശിവൻ, ജോൺ കെന്നഡി, KN മനോഹരൻ, ഷീല വിജയൻ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കുഴിക്കാട്ടുശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ഫാദർ ജോസഫ് വിദേയത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാളും സ്വർഗ്ഗപ്രവേശനത്തിന്റെ 100ാം വാർഷികവും ജൂൺ 15 വരെ നടക്കും. ജൂൺ 7 വരെയുള്ള നവനാൾ ദിനങ്ങളിൽ ദിവസവും രാവിലെ 10:30-ന് ദിവ്യബലി, നൊവേന, വൈകിട്ട് 6-ന് ദിവ്യബലി, സന്ദേശം, ലതീഞ്ഞ്, നൊവേന, പ്രദക്ഷിണം, നേർച്ചഭക്ഷണം എന്നിവ നടക്കും. തിരുനാൾ കൊടികയറ്റ ദിനമായ ഇന്ന് ഹോളി ഫാമിലി സന്യാസി സമൂഹത്തിന്റെ കേരളത്തിലെ 5 പ്രൊവിൻസുകളിൽ നിന്ന് ആരംഭിക്കുന്ന ദീപശിഖാ പ്രയാണം വൈകിട്ട് 5:30-ന് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. 5:45-ന് ഹൊസൂർ രൂപത ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പൊഴോലിപ്പറമ്പിൽ കൊടികയറ്റം നിർവഹിക്കും. 1926 മുതൽ 2026 വരെ കണക്കാക്കുമ്പോൾ 100 വർഷം പൂർത്തിയാകും. ഈ വർഷം സഭയുടെ തന്നെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവാണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. ജൂൺ 8-ാം തീയതി രാവിലെ 8 മണിക്ക് ഊട്ടുനേർച്ച ആരംഭിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടവിടാതെ ദിവ്യപൂജ അർപ്പണമുണ്ട്. കബറിടം തൊട്ട് വണങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 8 വരെയാണ് നേർച്ച ഭക്ഷണം കൊടുക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പിള്ളി വൈശ്ശേരിയിൽ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നു. വൈശ്ശേരി സ്വദേശി മോഹനനാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം. മുൻ MP-യും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ധനപാലൻ അന്തരിച്ചു. പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മാള ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജു ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.